ഇന്നൊരു വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായ ഒരു പായസ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുമല്ല കുറഞ്ഞ ചേരുവകൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പായസം ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പയുടെ ബോൾസ് ഉണ്ടല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചവ്വരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ടാപ്പിയോക്ക ബോൾസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി എടുക്കണം, നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ ബോൾസ് നല്ല സോഫ്റ്റ് ആവില്ല, എന്നാൽ നല്ലതായിട്ട് കട്ടിയാവില്ല. ഒരു നല്ല രസമാണ് തിന്നാൻ. ഇങ്ങനെ അത്യാവശ്യം ഒരു കട്ടി പോലെ ആകുമ്പോൾ നമ്മൾക്കിത് വേവിച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചവ്വരി ഏകദേശം ചവ്വരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം വെള്ളം വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കുറുക്കായിട്ട് വരും. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിപ്പക്കൊട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോൾസ് വേണമെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടാലും മതി. ഞാനിവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കാൻ വെക്കുകയാണ്. ഞാനിവിടെ 3 വലിയ അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ശർക്കര പാനിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വെച്ച കപ്പ ബോൾസ് ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3 ശർക്കരയിൽ നിന്ന് ഒരു 3/4 കപ്പോളം ശർക്കര പാനി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റോളം നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ശർക്കരയുടെ മധുരമെല്ലാം ഈ ബോൾസിൽ പിടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ശർക്കര എല്ലാം കുറുകി വന്ന് ബോൾസിലെല്ലാം പിടിച്ച് നല്ല ഇതിലായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെറും ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ. ഇതൊക്കെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് വേറെ രീതിയിലാവും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വരുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 കപ്പ് തേങ്ങയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തേങ്ങാപ്പാൽ എടുത്താണിട്ടത്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ വേറിട്ടെടുക്കൊന്നും വേണ്ട. ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് തേങ്ങ എടുത്തതിൽ അത് 1 കപ്പ് തേങ്ങാപ്പാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നല്ല ലൂസ് പോലെ തോന്നും, ഇത് കട്ടിയായിട്ട് വന്നോളും. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല കണ്ട് തിളച്ച് വരണ്ട, ഒന്ന് തള വന്ന് തുടങ്ങില്ല, അതേ ഒരു ഇതിലായി കിട്ടിയാൽ മതി. കണ്ടല്ലേ, ഇങ്ങനെ ഒരു ആയി കിട്ടിയാൽ മതി. ഇനി ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് വറുത്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളിഷ്ടമുള്ള നട്ട്സ് എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അതും ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ, ചൂടാറായപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടി ഒന്ന് പറയണേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം.